ആഴങ്ങളിൽ തീരത്തേക്ക് ആഞ്ഞടിക്കുന്ന തിരകൾ. കടലിന്റെ ആഴങ്ങളിലേക്ക് പോയാൽ പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ്. കടൽ മക്കളുടെ സാഹസികമായ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള യാത്ര ആഴിയിൻ ആഴങ്ങളിൽ. ആഴിയിൻ ആഴങ്ങളിൽ ഇത് കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര സ്വദേശി രാജു. അതിസാഹസികമായി കടലിലെ പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ് രാജു. ആത്മീയമായ വിശ്വാസം രാജുവിനെ പല അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു. ആഴിയിൻ ആഴങ്ങളിലൂടെ തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് രാജു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജു ഡേവിഡ്. ഞാൻ ശക്തികുളങ്ങരയിലുള്ളതാണ്. മത്സ്യത്തൊഴിലാളിയാണ്. എൻ്റെ ഫാദർ മത്സ്യത്തൊഴിലാളിയായിരുന്നു. ഞാൻ 14-ാമത്തെ വയസ്സിൽ മീൻപിടുത്തത്തിന് പുള്ളിയുടെ കൂടെ ഇറങ്ങിയതാണ്. മത്സ്യബന്ധനമായിട്ട് എൻ്റെ ഫാദറിൻ്റെ കൂടെ പോകുന്ന സമയത്ത് മീൻ വാങ്ങിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഹാർബറിൽ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് അതിനോടൊരു ക്രേസ് തോന്നി. ഞാൻ വിദ്യാഭ്യാസം നിർത്തി. ഞാൻ മീൻ പിടിക്കാനായിട്ട് ഫാദറിൻ്റെ കൂടെ പോയി. ഞങ്ങൾ ഫാദറെന്ന് വിളിക്കുന്നെങ്കിൽ അപ്പച്ചനെന്നാണ് വിളിക്കുന്നത്. അപ്പച്ചനുമായിട്ട് ബോട്ടിൽ പോകുന്ന കൂട്ടത്തിൽ ആദ്യമായിട്ട് എന്നെ കൊണ്ടുപോകുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഛർദ്ദിക്കുന്നു. ഈ ഉപ്പ് വെള്ളത്തിൻ്റെ ചൊരുക്കടിച്ച് പടിഞ്ഞാറോട്ട് ചെല്ലുമ്പോൾ തീരദേശത്ത് തന്നെ നമ്മൾ ഉൾക്കടലിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്കൊരു ചൊരുക്ക് വരും. ചൊരുക്ക് വന്ന് എനിക്ക് ഛർദ്ദിലുണ്ടാവുന്നു. എൻ്റെ അപ്പൻ അന്ന് ഉപ്പുവെള്ളം കുടിച്ചാൽ ഈ ഛർദ്ദിൽ മാറുമെന്ന് പറഞ്ഞു. ഞാൻ ഉപ്പുവെള്ളം കുടിക്കുന്നു, എന്നിട്ടും ഛർദ്ദിക്കുന്നു. ഒരാഴ്ചയിൽ കൂടുതൽ ഞാൻ ഛർദ്ദിച്ചു. പിന്നെ അത് മാറി എൻ്റെ അപ്പൻ്റെ കൂടെ ഞാൻ ബോട്ടിൽ പോകുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നെ അപ്പൻ പഠിപ്പിച്ചെടുത്തു. മീൻ പിടിക്കാനും വലയടയ്ക്കാനും കാര്യങ്ങളും എല്ലാം പഠിപ്പിച്ചെടുത്തു. നമ്മൾ തൊഴിലിന് പോകുന്നതിന് മുമ്പേ നമ്മൾ മാതാവിൻ്റെ കുരിശടിയിൽ വന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിക്കും. ഗീവർഗീസ് പുണ്യാളൻ്റെ അടുത്ത് അരവള ഗീവർഗീസ് പുണ്യാളൻ്റെ കുരിശടിയുടെ മുമ്പിലും വന്ന് പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ചിട്ടോ. അന്ന് അരവളയിലാണ് ബോട്ട് കിട്ടുന്നത്. അവിടെ വന്ന് ഗീവർഗീസ് പുണ്യാളൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടോ നമ്മൾ ബോട്ടിലോട്ട് പോകത്തുള്ളൂ. തിരിയും കത്തിച്ച് മാലയും വാങ്ങിച്ചിട്ടിട്ടേ പോകത്തുള്ളൂ. അവിടെ നിന്ന് ആ ചായ കുടിക്കുന്നത് പോലും അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അന്നത്തെ കാലത്തെന്ന് പറയുന്നത് നമ്മൾ 4 മണിക്ക് ബോട്ട് പോകത്തുള്ളൂ. ഇന്നെന്നൊക്കെ പറയുന്നത് രാത്രി 10 മണിക്ക് ബോട്ട് പോകും. അന്നൊക്കെ നമ്മൾ വെളുപ്പിനെ 4 മണിക്ക് ബോട്ടിൻ്റെ അടുത്ത് നിന്ന് 5 മണിയാകുമ്പോഴും അഴിയുടെ പുറത്തിറങ്ങത്തുള്ളൂ. കടലും കാറ്റുള്ള സമയത്താണെങ്കിൽ നമ്മൾ മൊത്തം പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് പോകുന്നത്. ഈ വരുന്ന 5 അന്നത്തെ കാലത്ത് 5 തൊഴിലാളികളാണ്. 2000-ന് ശേഷമാണ് ഇന്ന് 10 തൊഴിലാളികളായത്. 2000 വരെ 5 തൊഴിലാളികളാണ് ഒരു ബോട്ടിൽ പോകുന്നത്. 5 അല്ലേ 6 മാക്സിമം. ഇന്ന് ഈ നാട്ടിലുള്ള അല്ലാത്തവർ പോലും വരുന്നതിൻ്റെ പുറത്ത് ദൈവത്തിനെ വിശ്വസിച്ച് പോയാൽ നമുക്കൊരു കുഴപ്പവുമില്ല. ദൈവത്തിനെ വിശ്വസിച്ച് പോകുന്നിടത്ത് നമുക്ക് ഒരുപാട് സമ്പത്തുകൾ കിട്ടും. ദൈവത്തിനെ വിശ്വസിച്ച് പോയതിൻ്റെ പുറത്താണ് എനിക്ക് ഈ വർഷം 2024 2 പ്രാവശ്യം എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. എനിക്കൊന്നും പറ്റില്ല, എൻ്റെ കൂടെ ഉള്ളവർക്ക് പറ്റി. നമ്മൾ ദൈവത്തിനെ വിളിച്ച് പോകണം. കൊല്ലം തുറമുഖത്ത് കൊല്ലം അഴി മുട്ടിൻ്റെ പുറത്ത്, അതായത് തെക്കേ സൈഡിൽ ട്രോളിംഗ് നിരോധന സമയത്ത് ഞാൻ നീട്ടുചൂണ്ട വെക്കാൻ ഇറങ്ങിയതാണ്. നീട്ടുചൂണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരണ്ടിക്ക് വേണ്ടി വെക്കാൻ ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം തെരണ്ടി നമുക്ക് ഹാർബർ പൂട്ടി കഴിയുമ്പോഴത്തേക്ക് മറ്റു വരുമാനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ തെരണ്ടിക്ക് ഈ ചൂണ്ട വയ്ക്കും, നീട്ടുചൂണ്ട വയ്ക്കും. വെച്ച് കരക്കയറിക്കൊണ്ട് ഞാൻ മീൻ പിടിച്ചു. തെരണ്ടി ഒരുപാട് പിടിച്ച് ഞാൻ കരക്കയറി ഇര തീർന്ന് വാങ്ങിക്കാൻ പോകുന്ന കൂട്ടത്തിൽ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റുന്ന മാതാവാട്ട് എന്നെ എത്രയും പെട്ടെന്ന് നാഗേഴ്സ് ഹോസ്പിറ്റലിൽ നിന്ന് മാതാവാട്ട് എന്നെ അനന്തപുരി ഹോസ്പിറ്റലിൽ എത്തിച്ച് അന്ന് ഞാൻ നീട്ടുകൊണ്ട വെച്ചുകൊണ്ട് കരക്കയറിയപ്പോഴത്തേക്ക് എനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി. ഞാൻ നേരെ സൈക്കിളിലാണ് തട്ടിയത്. സൈക്കിൾ തിരിഞ്ഞടിച്ചു. സൈക്കിളുകാരനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ വെച്ചു. അയാൾക്ക് നമ്മൾ സ്കാനിങ്ങും എക്സ്റേയും ചെയ്തപ്പോഴത്തേക്ക് അയാളെ കഴിയും പരിക്ക് എൻ്റെ തലയൊട്ടി പൊട്ടി. മാതാവാട്ട് എന്നെ അതിൽ നിന്നും
രക്ഷപ്പെടുത്തി. മാർത്താണ്ഡൻ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു, പ്ലേറ്റ് ഇട്ടു, ഞാൻ രക്ഷപ്പെട്ടു. അതൊക്കെ തന്നെ വലിയ കാര്യങ്ങളാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് അതൊക്കെ. പിന്നെ ബോട്ടിൽ അടുത്ത കാലത്ത് ബോട്ട് താന്ന് ഞാൻ രക്ഷപ്പെട്ടു. അതെല്ലാം ദൈവത്തിൻ്റെ കളികളാണ്. സ്ഥിരമായിട്ട് പോകുന്ന ബോട്ടല്ല, ഒരു സ്റ്റാഫ് ഇല്ലാത്ത കാരണം എന്നെ വിളിച്ചു, ബോട്ടിൽ കയറി. ഞാൻ ഇവിടുന്ന് ശക്തികുളങ്ങര ഹാർബറിൻ്റെ അപ്പുറത്തു നിന്നാണ് ബോട്ടിൽ കയറിയത്. ബോട്ട് ഇവിടുന്ന് വിട്ടു, നേരെ ബോട്ട് പോയി ചെന്നു. രണ്ടാമത്തെ വല ഇട്ടപ്പോഴത്തേക്ക് ഒരു വള്ളം കണ്ട് വല ഒഴിഞ്ഞ് ബോട്ടിലുള്ള 4 പേർക്ക് നീന്തറിയത്തില്ല. അവരെ 4 പേരെയും രക്ഷിക്കാനായിട്ട് ഞാൻ ദൈവത്തിനോടടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ തന്നെ അവരെ 4 പേരെയും കര കൊണ്ടെത്തിച്ച് അന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു. അത് ദൈവത്തിൻ്റെ കൃപയല്ല, ദൈവമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമ്മളെപ്പോഴും ദൈവത്തിനെ വിളിച്ചാൽ നമുക്ക് അതിൻ്റെതായ ഒരു അനുഗ്രഹങ്ങളുണ്ടാവും. ദൈവത്തിനെ വിളിക്കാത്തവർക്ക് ഒരു അനുഗ്രഹങ്ങളും ഉണ്ടാവത്തില്ല. ദൈവമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ഫെബ്രുവരി മാസത്തിൽ ഇവിടെ പണി അരുത്തി കിടക്കുന്ന സമയമാണ്. നമ്മൾ ബോട്ടെല്ലാം കെട്ടിയിട്ടേക്കുന്ന സമയമാണ്. നമുക്ക് വീട്ടിൽ ചിലവിന് പോലും ഇല്ലാത്ത സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോയി നിന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കടലിൽ പോയപ്പോഴത്തേക്ക് നമുക്ക് 1 ലക്ഷം രൂപയുടെ ചരക്ക് കിട്ടി. അന്നത്തെ കാലത്ത് 160 രൂപയ്ക്ക് തൂക്കി കൊടുത്ത കണവ 1 ലക്ഷം രൂപ കിട്ടി. അതൊരു ദൈവത്തിൻ്റെ കളിയാണ്. അപ്പോൾ ദൈവം നമ്മളെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്, പല സ്ഥലത്തും പല വേദിയിലും പലയിടത്തും വെച്ച്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇന്ന് വരെ ജീവിച്ചിരിക്കുന്നത്. ദൈവത്തിനെ വിളിച്ചാൽ കൈവിടത്തില്ല. മനഞ്ഞാന്നും എനിക്ക് എൻ്റെ വള്ളത്തിൽ ഒന്നും കിട്ടാഞ്ഞ് ഇന്നലെ പോയി ഞാൻ നമ്മുടെ കടവൂർ പള്ളിയിൽ പോയി നേർച്ചയൊക്കെ സഹായിച്ചുകൊണ്ട് വന്ന് ഇന്ന് പോയി എനിക്ക് കൈ നിറച്ച് കാശ് കിട്ടി. എൻ്റെ മക്കൾക്ക് കൊടുക്കാനുള്ള മീനും മറ്റുള്ള പൈസയും എല്ലാം എനിക്ക് കിട്ടി. ജൂൺ 15 ഉണ്ടായ ചുഴലിക്കാറ്റിൽ നേരത്തെ ഓടിക്കേറിയ ബോട്ടുകാർ പിന്നെ പോയി ഈ താന്ന ബോട്ടിൽ ആൾക്കാരെ എടുത്തത്. അതിൽ എൻ്റെ അപ്പൻ ഗ്രൂപ്പ് ബോട്ടിലാണ് പോകുന്നത്. വീറ എന്ന് പറയുന്നൊരു ബോട്ടിലാണ് എൻ്റെ അപ്പൻ പോകുന്നത്. വില്ലർമി വീറ എന്ന് പറഞ്ഞ് അവർക്ക് 3 ബോട്ടുണ്ട്. ആ ബോട്ടിൽ 2 ബോട്ട് താന്ന്. 2 ബോട്ട് താന്നതിൽ ഒന്ന് പെങ്ങടെ മോനുണ്ട്. പെങ്ങടെ മോനെ എടുത്തു. മാർത്താണ്ഡത്തിലുള്ള ഒരു കുളച്ചക്കാരനെ എടുത്തു. അയാളുടെ പല്ല് പോയി, മുഖത്ത് എല്ലാം പാടായി. അന്നത്തെ സത്യസന്ധതയോടുകൂടി ദൈവത്തിനെ വിളിച്ച് എപ്പോൾ പോയാലും നമുക്കൊരു അപകടവും പറ്റത്തില്ല. മനഞ്ഞാന്നുണ്ടായ അപകടം എന്ന് പറഞ്ഞാൽ വലിയ അപകടം എനിക്കുണ്ടായത്. എൻ്റെ കൂടെയുള്ള 2 പേർക്ക് ഒരാൾക്ക് ചിരട്ട പൊട്ടി. ഓഗസ്റ്റ് 6-ാം തീയതി എനിക്കുണ്ടായ വലിയ ദുരന്തത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ 2 സഹപാഠികളും വള്ളത്തിൻ്റെ ഉടയനും ഞങ്ങൾ 4 പേരായിരുന്നു. അതിൽ 2 പേർക്ക് വലിയ ഫ്രാക്ചറാണ് ഉണ്ടായത്. ആ അപകടത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസം വെളുപ്പിനെ 5 മണിക്ക് ഞങ്ങൾ പോയതാ. അപകടം വലിയ അപകടമായിരുന്നു. വല നീട്ടി വെച്ചുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ ഒരു കടൽ വന്നു. ആ കടൽ ഒഴിഞ്ഞു. അടുത്ത 2ാമത് വന്ന കടലിന് പാഞ്ഞു വീണു. ഒരാളുടെ വാരിയിലും പൊട്ടി. ഇതിൻ്റെ നടുക്കിരുന്ന എനിക്ക് മാതാവായിട്ട് ഒന്നും സംഭവിച്ചില്ല. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തിനെ വിളിച്ചിരുന്നതിൻ്റെ പുറത്ത് അതിൻ്റെ ബാക്കിലിരുന്ന അതിൻ്റെ ഉടയനും ഒന്നും പറ്റിയില്ല. അതാണ് ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിനെ വിളിച്ചാൽ നമ്മളെ പിടിവിടില്ല. കുട്ടിക്കാലം തൊട്ടേ പള്ളിയിൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയുടെ വാതൊക്കെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. തൊട്ട് ബാക്കിൽ കാണുന്ന പള്ളി സെൻറ്റ് ജോൺ ഡി ബ്രിട്ടോയുടെ പള്ളിയാണ്. പോർച്ചുഗീസുകാരനാണ് സെൻറ്റ് ജോൺ ഡി ബ്രിട്ടോ. വിളിച്ചാൽ വിളിപ്പുറത്തുള്ളതാ സെൻറ്റ് ജോൺ ഡി ബ്രിട്ടോ. പള്ളി ഇപ്പോൾ പൊളിച്ചിട്ടേക്കുകയാണ്. ആ പള്ളി പുതിയതായിട്ട് കെട്ടാനായിട്ടുള്ള പ്ലാനിങ് എല്ലാം നടക്കുകയാണ്. പുണ്യാളുടെ അനുഗ്രഹമാണ് ഇവിടെ ഞങ്ങളുടെ നാട് വളർന്നത്. സെൻറ്റ് ജോൺ ഡി ബ്രിട്ടോ പുണ്യാളനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതകരമായ പുണ്യാളനാണ്. പുണ്യാളുടെ നാമധേയത്തിലാണ് ഇവിടെ അറിയപ്പെടുന്നത്.
ജീവിതത്തിൽ നമ്മൾ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെ വിളിക്കാതെ നമുക്ക് ഈ തൊഴിലിന് പോകാൻ പറ്റത്തില്ല. ഒന്നത്. പിന്നെ നമ്മൾ ബോട്ട് ഹാർബറിൽ വന്നു കഴിഞ്ഞാൽ പാവങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ സീസൺ ടൈമിൽ എല്ലാവരെയും വിളിച്ചിരുത്തി നമ്മൾ 50 രൂപയ്ക്ക്, അന്നത്തെ കാലത്തൊക്കെ 50 രൂപ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അത് കൊടുക്കും, ചരക്ക് കൊടുക്കും, തിരിയാനായിട്ട് പിടിച്ചിരുത്തും, അവർക്ക് ചരക്ക് എന്തെങ്കിലും 10-100 രൂപ കിട്ടത്തൊക്കെ എന്തെങ്കിലും കൊടുക്കും. പിന്നെ നമ്മുടെ നാട്ടിലുള്ള സഹോദരങ്ങളെല്ലാം ഹാർബറുമായിട്ട് ബേസ് ചെയ്ത് വരുന്നതുകൊണ്ട് അവർക്ക് നമ്മൾ 100 രൂപ കിട്ടത്തക്ക രീതിയിൽ വിളിക്കുമ്പോഴത്തേക്ക് കുഞ്ഞമ്മമാരോ അമ്മമാരോ അങ്ങനെയുള്ള ബന്ധുക്കളാണ് മൊത്തം വരുന്നത്. അവർക്കൊരു 100 രൂപ, അവരിതേന്നും പറഞ്ഞ് വെളുപ്പാൻ കാലത്തെ 2 മണിക്ക് എണീറ്റ് വരണം. ഒരു കാലഘട്ടത്തിൽ വെളുപ്പനെ വന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ 2 മണിക്കൊക്കെ എണീറ്റ് വന്നാണ് അവർ ഈ 100 രൂപ 50 രൂപ മാതാവിനെ കണക്കാക്കി അവർ പള്ളിയിൽ പോകാനും കാര്യങ്ങൾക്കും നേർച്ചയ്ക്കായാലും എന്തിനായാലും ഇത് കണക്ക് കൂട്ടിയൊക്കെ വരുന്നത്. അവർ പ്രാർത്ഥനയും കാര്യങ്ങളും ഉള്ളതിൻ്റെ പുറത്ത് നാട് നശിക്കാതെ കിടക്കുന്നു. ഒരു കാലഘട്ടത്തിൽ 99-ലും 2000-ലൊക്കെ ഇങ്ങനെയുള്ള വീടുകളൊന്നും ഇല്ലായിരുന്നു. അവരെ പോലുള്ള ആൾക്കാർ കിടന്ന് ദൈവത്തിനെ വിളിച്ചാണ് ഈ ഇത്രയും വലിയ സൗകര്യങ്ങൾ ഉണ്ടായി കിട്ടിയത്. ദൈവത്തിൻ്റെ വിളിച്ചതിൻ്റെ അനുഗ്രഹമാണ് ഈ ഭാഗങ്ങളെല്ലാം ഭയങ്കര ഉന്നതയിലെത്തിയത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചെറ്റപ്പുര വീടുകളിലാണ് എല്ലാവരും കിടക്കുന്നത്. ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ താമസിക്കുന്നത്. അത് ദൈവത്തിനെ വിളിച്ചതിൻ്റെ പുറത്ത്. ദൈവം എന്ന് പറയുന്ന കൂട്ടിനുണ്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും വിളിച്ച് അത് വരുത്തി എല്ലാവരെയും അനുഗ്രഹിച്ച്. അത് ദൈവത്തിനെ വിളിക്കുന്നവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ദൈവത്തിനെ വിളിക്കുന്നവരെ ഉപേക്ഷിക്കത്തില്ല. ദൈവം എന്ന് പറയുന്ന നമ്മളെ കളയുന്ന ഒരു വ്യക്തിയല്ല. ദൈവത്തിനെ വിളിക്കുന്നവർക്ക് എപ്പോഴായാലും അതിൻ്റെ അനുഭവങ്ങളുണ്ടാവും. വിശ്വസിക്കണം, ദൈവത്തിനെ വിശ്വസിച്ചാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. കേരളത്തിലുണ്ടായ മഹാപ്രളയത്തിൽ രാജു രക്ഷകനായെത്തി. 470 പേരെയാണ് രാജു രക്ഷിച്ചത്. ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്. ഞാൻ ബോട്ടിൽ പോകാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ പോകുന്ന ബോട്ട് ശക്തിയുള്ളനെ ഹാർബറിൽ കൊണ്ട് പിടിച്ചു. കറിക്കുള്ള മീനെടുക്കാൻ ചെന്നത്. അന്നേരം എന്നെക്കുറിച്ച് അറിയാവുന്നവർ, എനിക്ക് വെള്ളത്തിൽ നല്ല പരിചയമുള്ളതെന്ന് അറിയാവുന്നതിൻ്റെ പുറത്ത് വള്ളം വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുക, ക്രെയിൻ കൊണ്ടുവന്ന്. അപ്പം ആ വള്ളം പോകാനായിട്ട് ആരും കയറുന്നില്ല. അത് ദൈവമായിട്ട് എന്നെ കയറ്റി മുട്ടാറ് ചങ്ങനാശ്ശേരി ഈ സ്ഥലത്ത് 4.5 ദിവസം രക്ഷാപ്രവർത്തനത്തിന് ഞാൻ പോയി. അതും ഒരു വൈദികൻ വിളിച്ചാണ് പോയത്. 1 രൂപ വൈദികൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ല. പൈസ എടുത്തു വെച്ചു, ഞങ്ങൾ വാങ്ങിച്ചില്ല. ഞങ്ങളുടെ ഇഞ്ചിൻ്റെ പ്ലെയർ പൊട്ടിപ്പോയി. റോഡിൽ കൂടെ ലാസ്റ്റ് ഘട്ടത്തിൽ ഓടുന്നത് 470 മനുഷ്യജീവനെ ഞങ്ങൾ രക്ഷിച്ചവിടെ. ലാസ്റ്റ് എൻ്റെ കാലിൻ്റെ തോലുകൾ റോഡിൽ കൂടെ നടന്നപ്പോഴത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ പണി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. 4.5 ദിവസമായപ്പോഴത്തേക്ക് 5 മണിയായി, മാക്സിമം 5 മണിയായി. അതും ചങ്ങനാശ്ശേരി മാതാവിൻ്റെ കുരിശടിയുടെ മുമ്പിലാണ് ഈ ആളെ എല്ലാം ഇറക്കുന്നത്. അവരിറക്കുന്നു, നമ്മൾ ലാസ്റ്റ് വയ്യാന്ന് പറയുന്നു. തിരിച്ച് വള്ളം രാത്രി 9 മണിക്ക് അവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ കയറ്റി തന്ന് ഞങ്ങൾ നാട്ടിലെത്തുന്നു. അതും ഒരു ഭയങ്കര അത്ഭുതകരമായ സംഭവങ്ങളാണ്. എത്രയോ ജനങ്ങളെ നമ്മളന്ന് 450 ജനങ്ങളെ രക്ഷിച്ചെന്ന് പറഞ്ഞാൽ മോശം കാര്യമാണ്. അത് ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. സാമ്പത്തികം ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ടെങ്കിലും അവരുടെ ജീവൻ എപ്പോഴായാലും വലുതാണ്. അവരെ നമ്മൾ കാത്തുകൊള്ളണമെന്നുള്ള രീതിയിലാണ് പോയത്. ഞാനും എൻ്റെ ഒരു അനിയനുമായിട്ടാണ് പോകുന്നത് ഇവിടുന്ന്. പ്രളയത്തിൽ ഒലിച്ചു പോകുന്ന പലർക്കും രാജു കൈത്താങ്ങായി മാറി. അവിടെയെല്ലാം ദൈവം തന്നെ രക്ഷകനായി നിയോഗിച്ചതായി രാജുവിന് അനുഭവപ്പെട്ടു. ഞാൻ വീട്ടിൽ കിടന്നുറങ്ങിയ ഞാൻ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കളികളാണ്. ദൈവമാണ് എന്നെ അവിടെ എത്തിച്ചത്. ദൈവം കൊണ്ടുചെന്ന് എന്നെ ആ സ്ഥലത്ത് എത്തിച്ചു. എന്നെ പരിചയമുള്ള ആൾക്കാർ പറഞ്ഞു, ഈ വരുന്ന ആൾക്ക് നല്ല വെള്ളത്തിനോട് നല്ല പരിചയമുള്ള ആളാണ്, ഇയാളെ എടുത്ത് വള്ളത്തിൽ കൊണ്ടുപോകാൻ പറഞ്ഞത്. ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ബോട്ടിൽ പോകാനായിട്ട് ചെന്നതാണ്. ഞാൻ ഈ ആളെ രക്ഷിക്കാൻ വേണ്ടി പോകാനായിട്ട് ഇടയുണ്ടായത്. ആൾക്കാർ ഭയന്ന് നിൽക്കുന്ന സമയമാണ്. അവിടെ ഞാൻ എത്തണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോഴും. അതിനകത്തൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുട്ടാറ് ചെല്ലുമ്പോഴത്തേക്ക് 1 കോടി രൂപയ്ക്ക് കൊപ്ര ബിസിനസ് നടത്തുന്ന ഒരു
അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇത്രയും തേങ്ങ ഒഴുകിപ്പോകുന്ന കണ്ടപ്പോഴത്തേക്ക് തന്നെ നമുക്ക് അത്ഭുതകരമായി. അത് ദൈവവിശ്വാസം, ആ ഗേറ്റ് പൂട്ടിയിട്ടാൽ അത്രയും പോകത്തില്ല. ദൈവവിശ്വാസം ഇല്ലാത്തതിൻ്റെ പുറത്ത് അവരൊക്കെ ഈ ദൈവത്തിനെ അറിഞ്ഞ് എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോകത്തില്ല. ദൈവത്തിനെ അറിഞ്ഞ് സഹായിച്ച ആട്ടുംകുട്ടികളും പശുക്കളും കംപ്ലീറ്റ് സാധനങ്ങളും പലരെയും വീടുകളിൽ കിടക്കുന്നുണ്ട്. ഒരു പ്രായം ചെന്ന 2-3 പേര് ആ വെള്ളത്തിനകത്ത്, കഴുത്തൊപ്പം വെള്ളത്തിനകത്ത് ഇതിനെയും കാത്തുകൊണ്ട് അവർ കിടക്കുക. അവരക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. കവുങ്ങ് എന്ന് പറയും അങ്ങോട്ടൊക്കെ, നമ്മളിവിടെ അടയ്ക്കാമരം എന്ന് പറയും. അതിൻ്റെ ഇടയ്ക്ക് കിടന്ന ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ആളെ രക്ഷിച്ച് കൊണ്ടുപോയ അമേരിക്കയിൽ നിന്ന് വന്നേക്കുക. ഞങ്ങൾ 2 പേര് ഇവരെ കൊണ്ട് അവിടെ ഇറക്കുന്നു, ലൈഫ് ജാക്കറ്റ് ഇട്ട് കൊണ്ടിറക്കുന്നു, അവർ പോകുന്നു. അവരെ സേഫ്റ്റിയാണ് നോക്കുന്നത്. ഈ കുത്തൊഴുക്ക് 3 ചീപ്പ് തുറന്നതും എല്ലാം കൊണ്ടും നല്ല കുത്തൊഴുക്ക് നടക്കുമ്പോഴത്തേക്ക് ആ ദൈവകൃപയിൽ ഇവരെ എല്ലാവരെയും നമ്മൾ എത്തിക്കുന്നത് അവിടെ. അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ് ഇവരെ അവിടെ എത്തിക്കുന്നത്. വെള്ളത്തിലും തീയിലും നമ്മൾ ഒരു രാജാക്കന്മാരുമല്ല. നമ്മളെ ദൈവം വിചാരിച്ചാലും നമുക്ക് അതിനുള്ള കഴിവ് കിട്ടത്തുള്ളൂ. ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്ന ഒരു ഡൈവറാണ് നാട്ടിൽ ഞാൻ വെള്ളത്തിൽ പെപ്ലെയറിലൊക്കെ റോപ്പോ കാര്യമോ ചുറ്റി വന്നാൽ ഇറങ്ങുന്നത്. അത് ഞാൻ ദൈവത്തിനെ വിളിച്ചുകൊണ്ട് ഇറങ്ങിയല്ലെങ്കിൽ എനിക്കൊരു ശ്വാസം വിലങ്ങിയാൽ എൻ്റെ പൊടി പോലും കിട്ടത്തില്ല. അത് ദൈവത്തിനെ വിളിച്ചില്ലെങ്കിൽ നമുക്കത് നോർമലി ആയിട്ട് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അതിനകത്ത് മരണവും സംഭവിക്കത്തുള്ളൂ. അത് നമ്മൾ ദൈവത്തിനെ വിളിച്ചുകൊണ്ട് ഇറങ്ങുന്നതിൻ്റെ പുറത്താണ് നമുക്ക് അതിനുള്ള കഴിവ് കിട്ടുന്നത്. എനിക്ക് ചെവി പൊട്ടിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിയിരുന്ന് എൻ്റെ ചെവിക്കല്ല് പൊട്ടി എനിക്ക് ബ്ലഡ് വന്നിട്ടുണ്ട്. ഞാൻ ഓക്സിജനൊക്കെ വെച്ച് മുങ്ങുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മൾ നോർമലിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ചിലപ്പം ഒരു മിനിറ്റ് ഇരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ അവിടെ വെച്ച് നമുക്ക് എന്തെങ്കിലും സംഭവിക്കും. ചെവിക്കല്ല് പൊട്ടിയോ ബ്ലഡ് വരികയൊക്കെ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ശ്വാസം പിടിച്ചാൽ നമ്മൾ പെട്ടെന്ന് പൊങ്ങി വന്നുകൊണ്ട് പിന്നെയും പോകണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അത് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ബോട്ടുകളിലൊന്നും നമ്മൾ ദൈവത്തിനെ വിളിക്കാൻ ഇറങ്ങിയാൽ നമുക്ക് പലതും സംഭവിക്കും. കാര്യം ഇപ്പോഴത്തെ ബോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ഡീപ്പാണ് താഴോട്ട്. പിന്നെ പണ്ടൊക്കെ എന്ന് പറയുന്നത് കൊച്ചു ബോട്ടുകളാണ്. അതിൻ്റെയൊക്കെ താഴോട്ടൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് ഇറങ്ങിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരാം. ഈ അടുത്ത കാലത്ത് തന്നെ ഈ 2 ബംഗാളികൾ ഇറങ്ങി ചെയ്തിട്ട് അവർക്ക് പറ്റാഞ്ഞ് ഞാൻ ഇറങ്ങി സിമ്പിളായിട്ട് ചെയ്തുകൊണ്ട് വന്നു. എൻ്റെ മുതുവ് മൊത്തം മുരുപ്പുണ്ട്. ബോട്ടിൻ്റെ അടിയിൽ മുരുപ്പെന്ന് പറയുന്ന സാധനമുണ്ട്. ചിപ്പിയുടെ കണക്കുള്ളൊരു സാധനമുണ്ട്. അത് പിടിച്ച് ഇരിക്കുക. അപ്പോൾ അന്ന് രാത്രി ടൈമിലാണ് ഇത് ചുറ്റുന്നത്. അത് നമ്മൾ ദൈവത്തിനെ വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു, ദൈവമേ നമ്മളിങ്ങനെ ഇടന്ന കാറ്റ് കൂടുമ്പോഴത്തേക്ക് പടിഞ്ഞാറോട്ട് ഒഴുകി പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് ചാടി. ദൈവം നമ്മളെ കാത്തുകൊണ്ട് ഞാൻ തന്നെ അത് കൊത്തിയെടുത്ത് ബോട്ട് കര വന്നോടി. നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഇറക്കുന്നതിന് മുമ്പേ പിതാവിനും പുത്രനും വയ്ക്കും. രണ്ടാമത്തത് ഒരു തുള്ളി വെള്ളം നമ്മുടെ വാഹനത്തിനകത്ത്, നമ്മൾ പോകുന്ന വാഹനത്തിനകത്ത് ഒരു തുള്ളി വെള്ളം കുടയും. വെള്ളം കുടഞ്ഞ് പിതാവിനും പുത്രനും വെച്ച് വെള്ളം കുടഞ്ഞ് നമ്മൾ പരിശുദ്ധാത്മാവിനെയും വിളിച്ചുകൊണ്ടോ നമ്മൾ വാഹനത്തിലോട്ട് കയറത്തുള്ളൂ. അല്ലാതെ നമ്മൾ വാഹനത്തിലോട്ട് കയറത്തില്ല. അതും വലതുകാല് വെച്ച് കയറി ഇവിടെ നമ്മൾ മുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് മുട്ട് എന്നൊക്കെ പറയുന്ന ഇത് കടക്കുന്നതിനകത്ത് വെച്ച് നമ്മൾ ജപമാല ചൊല്ലും. ജപമാല ചൊല്ലിക്കൊണ്ടോ ഇരിക്കത്തുള്ളൂ. ഈ ജപമാല ചൊല്ലിയതിന് ശേഷമോ നമ്മൾ വള്ളം കടന്നു പോകത്തുള്ളൂ. ആ ജപമാല ചൊല്ലിയതിന് ശേഷമോ നമ്മൾ അവിടെ ചെന്ന് വല വയ്ക്കത്തുള്ളൂ. വല വയ്ക്കുന്നതിന് മുമ്പേയും പ്രാർത്ഥിക്കും. പിതാവിനും പുത്രനും വയ്ക്കും. പിന്നെ പരിശുദ്ധാത്മാവിനെ വിളിക്കും. നമ്മളുടെ മധ്യസ്ഥന്മാരെ എല്ലാം വിളിക്കും. വിളിച്ചതിന് ശേഷം ഞങ്ങളുടെ മധ്യസ്ഥനെന്ന് പറഞ്ഞാൽ പത്രോസ്ലിയായെയും വിളിച്ച് വല വയ്ക്കും. മീൻപിടുത്തക്കാരനായിരുന്നു പത്രോസ്ലിയ. ആ പത്രോസ്ലിയ പിടിച്ച മീൻപിടുത്തത്തിൽ ഏറ്റവും വലിയ രാജാവാണ് പത്രോസ്ലിയ. പത്രോസ്ലിയയുടെ പേര് പറഞ്ഞു വല വയ്ക്കത്തുള്ളൂ. അപ്പോൾ അതേണക്ക് തന്നെ നമ്മളിപ്പം ദൈവത്തിനെ വിളിക്കാതെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ദൈവത്തിനെ വിളിച്ചാലോ നമുക്ക് എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് ഓടത്തുള്ളൂ. ദൈവത്തിനെ വിളിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തോ കിട്ടുമെന്ന്. ദൈവമാണ് എല്ലാത്തിനും നമുക്ക് മുന്നിലുള്ളത്. ഒരു കാരണവശാലും നമ്മൾ ദൈവത്തിനെ വിളിക്കാതെ പോയാൽ നമുക്കൊന്നും കിട്ടത്തില്ല.
ബ്രദറിൻ്റെ അപ്പൻ ഒരു കാലഘട്ടത്തിൽ ഈ ശക്തികുളങ്ങര ദേവാലയത്തിൽ കൊച്ചു കുട്ടികളെ വിളിച്ച് വ്യാകുല മാതാവിൻ്റെ കുരിശടിയുണ്ട്, അതിനകത്തിരുത്തി മുട്ടായി വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് അന്നത്തെ ആൾക്കാരെ ജപമാല ചൊല്ലും. പുള്ളിയുടെ പേര് മരിയാനെന്ന. പുള്ളിയുടെ ഒരു മോളുണ്ടായിരുന്നു മേരിയമ്മയെന്നും പറഞ്ഞ്. ദേവാലയത്തിൻ്റെ പരിസരം മൊത്തം തൂത്തു ഉടച്ചു കൊടുക്കുന്നത് പുള്ളിക്കാരിയായിരുന്നു. അവരൊക്കെ മരിച്ചുപോയി. പിന്നെ അപ്പൻ്റെ ചേട്ടന് അവർ 4 പേരായിരുന്നു. അവരൊക്കെ പള്ളിയുമായിട്ട് തന്നെ പൂജയ്ക്ക് പോകാതെയോ കാര്യങ്ങളോ ഒന്നും ദിവ്യബലി ഇന്നിപ്പോൾ എൻ്റെ പെങ്ങന്മാരൊക്കെ തന്നെ ഒറ്റ ദിവസം ദിവ്യബലി ഒഴിവാക്കത്തില്ല. ദൈവത്തിനെ വിളിക്കുന്നതിൻ്റെ പുറത്ത് അതിൻ്റെ ഉയർച്ചയും കിട്ടും. ദൈവത്തിനെ വിളിച്ചാൽ അതിൻ്റെ ഉയർച്ച കിട്ടും. ദൈവം കൈയുടെ വെള്ളയിൽ കൊണ്ടു തരുന്നതല്ല. നമ്മൾ ദൈവത്തിനെ വിളിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എനർജി കിട്ടും. അതിൻ്റെ എനർജി കിട്ടുമ്പോൾ നമുക്ക് ജോലി ചെയ്യാനുള്ള എനർജി കിട്ടും. ആ ജോലി ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് സാമ്പത്തികം വരുന്നത്. കടലിനെ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ തിരമാലയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായിട്ട് നമുക്ക് വരുന്നത്. തിരമാല വരുമ്പോഴത്തേക്കുള്ളൂ നമുക്ക് ഭയം. അല്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ഭയമൊന്നും വരുന്നില്ല. മീൻ എത്ര കിട്ടിയാലും നമുക്ക് കര കൊണ്ടുവന്ന് കൊടുത്ത് കാശാക്കാം. പക്ഷേ തിരമാലകൾ നമുക്ക് കാറ്റും തിരമാലകളും വരുന്നതാണ് നമ്മളുടെ പ്രതിസന്ധികളിൽ ഭയങ്ങൾ വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്നതായിരിക്കും കാറ്റും തിരമാലയൊക്കെ വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരുപാട് അപകടങ്ങളുണ്ടാകുന്നത്. ശ്രദ്ധ മാത്രമല്ല, ദൈവവിചാരം വേണം, ദൈവത്തിനെ വിളിക്കണം, ദൈവത്തിനെ കൂട്ടിനായിട്ട് ഇരുത്തണം. നമ്മുടെ വാഹനങ്ങളിൽ നമ്മളൊരു മാസത്തിൽ എപ്പോഴെങ്കിലും ശുദ്ധികലശം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം തേച്ച് കഴുകി നല്ല രീതിയിൽ ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ച് ദൈവത്തിനോട് നമ്മൾ അപേക്ഷിക്കണം. അല്ലെങ്കിൽ ഒരു പാവം പിടിച്ച ഏതെങ്കിലും 4 പേർക്ക് ഒരു നേരത്തെ ഊണ് വാങ്ങിച്ചു കൊടുക്കണം. ഇതൊക്കെ ചെയ്താലേ നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ. പാവം പിടിച്ച ഒരുപാട് പേര് കിടപ്പുണ്ട്. 5000 രൂപ 2000 രൂപ നമുക്ക് കിട്ടുന്ന കൂട്ടത്തിൽ നമ്മൾ ഇല്ലായ്മക്കാർക്ക് അതാണെങ്കിൽ ഇല്ലായ്മക്കാരെ പോയി കാണുമ്പോഴോ നമുക്ക് അന്നുള്ള അന്നം കിട്ടത്തുള്ളൂ. അന്നുള്ള അന്നം കിട്ടുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ മക്കൾ വളരുന്നത്. നമ്മുടെ കടവും പ്രയാസവും അത് അവിടെ ഇരിക്കും. പക്ഷേ നമുക്ക് കടവും പ്രയാസവും കുറച്ച് ഒഴിവായി കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്നം കിട്ടുന്നതിനകത്തുനിന്ന് ഒരു ശതമാനമെങ്കിലും നമ്മൾ ഏതെങ്കിലും പാവങ്ങളെ സഹായിക്കണം. എൻ്റെ വൈഫ് എന്ന് പറയുന്നത് ഈ സ്ഥലക്കാരിയല്ല. എൻ്റെ വൈഫ് അഞ്ചാലുംമൂട്ടിലുള്ളതാണ്, തയ്യൽക്കാരിയാണ്. മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോള് 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. മോള് നല്ലൊരു പാട്ടുകാരിയാണ്, ദൈവവിളിയുള്ളയാണ്. ദൈവത്തിൻ്റെ പാട്ടാണ് ഏറ്റവും കൂടുതൽ പാടുന്നത്. ചർച്ചിൽ പാടാറുണ്ട്, അല്ലാതെ പാടാറുണ്ട്. പിന്നെ മോൻ കുഴപ്പമില്ല, അയാളൊരു ഫുട്ബോൾ പ്ലെയറാണ്. അയാൾ ഫുട്ബോളിലൊക്കെ ഇങ്ങനെ നോക്കി പോന്നു. ഞാൻ തൊഴിലിന് പോകുന്നതിന് മുമ്പേ ഇറങ്ങാൻ നേരത്ത് 3 മണിയാകുമ്പോഴത്തേക്ക് മാതാവിൻ്റെ അടുത്തിരുന്ന് അരമണിക്കൂർ പ്രാർത്ഥിക്കും ഞാൻ ജോലിക്ക് ഇറങ്ങാൻ നേരത്ത്. പിന്നെ വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് എന്നെ ഈ ഫിഷിംഗ് ഫീൽഡിലോട്ട് വിടാം. പക്ഷേ എങ്കിലും നമ്മളുടെ നിവൃത്തിയേട് കൊണ്ടാണ് നമ്മൾ പോകുന്നത്, മക്കളെ വളർത്താൻ വേണ്ടി. ദൈവം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സന്ദർഭങ്ങൾ നമ്മളതൊക്കെ ഒന്നും നോക്കാതൊക്കെ നടന്നതിൻ്റെ പുറത്താണ്. ദൈവം കൈവിട്ടിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പോൾ ഈ വർഷത്തെ 2 ആക്സിഡൻറ്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവവിളി, അല്ല എൻ്റെ ഭാര്യയുടെ ദൈവവിളി, എൻ്റെ മക്കളുടെ ദൈവവിളി, അല്ല എൻ്റെ മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ അപ്പനില്ല, അപ്പം മരിച്ചുപോയി. അമ്മയുടെ അല്ലെ പെങ്ങന്മാരെ, അല്ലെ എൻ്റെ കുഞ്ഞമ്മമാരെ, ഇങ്ങനെയുള്ള കുറച്ച് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ പുറത്തായിരിക്കും ഞാൻ രക്ഷപ്പെട്ടത്.